നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിയിൽ അതൃപ്തി പുകയുന്ന ഘട്ടത്തിൽ മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ ഇടഞ്ഞു നിൽക്കുകയാണ്. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയില്ല എന്ന വാർത്ത വന്നതോടെ വിശദീകരണവുമായി മുൻ മന്ത്രി ജി സുധാകരൻ രംഗത്തെത്തിക്കഴിഞ്ഞു. പാർട്ടിയിൽ തുടർന്ന് നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അതിനാൽ സ്വമനസാലെ മെമ്പർഷിപ്പ് പുതുക്കാതെ ഇരിക്കുകയാണെന്നും ജി സുധാകരൻ പറയുന്നു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഈ പ്രതികരണം. സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് MV ഗോവിന്ദൻ നടത്തിയ പ്രതികരണത്തിൽ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ടുള്ള പോസ്റ്റിലാണ് ജി സുധാകരൻ ഇക്കാര്യം പറയുന്നത്. സംസ്ഥാന സെക്രട്ടറി താൻ ഒരു പരിഗണനയും അർഹിക്കുന്നില്ലെന്ന തരത്തിൽ പറഞ്ഞുവെന്നും കളിയാക്കി ചിരിച്ചുവെന്നും സുധാകരൻ ആരോപിക്കുന്നുണ്ട്. 2026 മെമ്പർഷിപ്പ് സ്ക്രൂട്ടണി അംഗത്വം പുതുക്കാൻ താൻ അപേക്ഷ കൊടുത്തില്ല. വീണു പരിക്കേറ്റ ശേഷം ഒരു ബ്രാഞ്ചിനൊഴികെ മറ്റെല്ലാത്തിലും കൃത്യമായി പങ്കെടുത്തിരുന്നു. 43 വർഷത്തെ സംസ്ഥാന കമ്മിറ്റി അംഗത്വത്തിനു ശേഷം ബ്രാഞ്ചിൽ വന്ന് പ്രവർത്തിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒരു തവണ പോലും ജില്ലാ സെക്രട്ടറി അന്വേഷിച്ചില്ല. 63 വർഷക്കാലത്തെ പാർട്ടി അംഗത്വ ചരിത്രമുള്ള തനിക്ക് പൊതുപരിപാടികളൊന്നും ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ 5 വർഷക്കാലം നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ തുടർന്ന് നേതാക്കളെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആദർശങ്ങളിൽ ജനലക്ഷങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുമെന്നും ജി സുധാകരൻ കുറിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആഗ്രഹം സുധാകരൻ നേതൃത്വത്തെ അറിയിച്ചിരുന്നെങ്കിലും ജില്ലാ നേതൃത്വത്തിന്റെ സ്ഥാനാർത്ഥി സാധ്യത പട്ടികയിൽ സുധാകരന്റെ പേരുണ്ടായിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജി സുധാകരനെ പരിഗണിക്കുമോ എന്ന ചോദ്യത്തിന് പരിഹാസത്തോടെ MV ഗോവിന്ദൻ മറുപടി നൽകിയത്. MV ഗോവിന്ദന്റെ പരിഹാസം പൊട്ടിച്ചിരിച്ചുകൊണ്ടായിരുന്നു. പത്രക്കാരും ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചു. ഇതൊന്നും ചോദിക്കാനും തിരുത്താനും ആരും തയ്യാറായിട്ടില്ലെന്നും സുധാകരൻ പറയുന്നുണ്ട്. ചർച്ചയായ MV ഗോവിന്ദന്റെ പരിഹാസം ഇങ്ങനെയായിരുന്നു. ഒരു പരിഗണനയില്ല. ഒരു പരിഗണനയില്ല. CPMന്റെ ഒരു മുതിർന്ന നേതാവാണ് അതൃപ്തിയെക്കുറിച്ചും അവഗണനയെക്കുറിച്ചും പറയുന്നതെന്ന് ഓർക്കണം. ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിലെ യോഗ തീരുമാനങ്ങൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിലാണ് നടന്നത്. ജി സുധാകരനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒഴിവാക്കാൻ ഗോവിന്ദൻ കരുതിക്കൂട്ടി ശ്രമിക്കുകയായിരുന്നു. അമ്പലപ്പുഴയിൽ സുധാകരനെ പരിഗണിക്കണമെന്ന ആവശ്യം ജില്ലാ സെക്രട്ടേറിയറ്റിൽ KK രാഘവനും ഹരിശങ്കറും ഉന്നയിച്ചിരുന്നു. മാനദണ്ഡപ്രകാരം കഴിഞ്ഞ തവണ മാറിയവരെ വീണ്ടും മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ച വേണ്ടെന്ന കർശന നിലപാടാണ് MV ഗോവിന്ദൻ സ്വീകരിച്ചത്. ഈ പ്രത്യേക മാനദണ്ഡം സുധാകരനെ വെട്ടാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു. VSന്റെ വിപ്ലവ മണ്ണിലെ വെട്ടിനിരത്തലുകൾ പാർട്ടിയുടെ കെട്ടുറപ്പിന് തന്നെ വിള്ളൽ വീഴ്ത്തുകയാണ്. അരൂർ മണ്ഡലത്തിൽ തോമസ് ഐസക്കിന്റെ പേര് ഉയർന്നു വന്നിരുന്നു. ബോധപൂർവം ഒഴിവാക്കാനുള്ള നീക്കത്തിൽ ഐസക് കടുത്ത അതൃപ്തിയിലാണ്. തൽക്കാലം പരസ്യ പ്രതികരണത്തിന് മുതിരുന്നില്ലെന്നാണ് വിവരം. സുധാകരന് ശേഷം ഇനി CPMനെതിരെ എത്തുക തോമസ് ഐസക് ആയിരിക്കുമെന്നും ഊഹിക്കാം. വിജയസാധ്യതയുള്ള ജനകീയരായ മുതിർന്ന നേതാക്കൾക്ക് സീറ്റ് നിഷേധിക്കുന്നതിനു പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ടെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം സംശയിക്കുന്നുണ്ട്. CPMലെ ജനകീയരെ കൂടി തഴയുമ്പോൾ പാർട്ടിയെ അത് പ്രതികൂലമായി ബാധിക്കും. CPMൽ പിണറായിക്ക് ശേഷം രണ്ടാമനാകാനുള്ള MV ഗോവിന്ദന്റെ കരുനീക്കമാണ് എന്നും മുതിർന്ന നേതാക്കൾ അടക്കം പറയുന്നു. ജി സുധാകരനെ അനുനയിപ്പിച്ചില്ലെങ്കിൽ CPMന്റെ ധാർഷ്ട്യത്തിൽ പുകയുന്ന പല മുതിർന്ന നേതാക്കളും പരസ്യമായി രംഗത്തെത്തുമെന്ന് ഉറപ്പാണ്.